നറുമുകയേ നറുമുകയേ നീയൊരു നാഴിക നില്ലായി സിംഗന ഊറിയ വായ് തിരുന്ന് നീയൊരു തിരുമൊഴി சொல்லாய் തിങ്കളന്നിലവിൽ നക്ഷത്രല നീർ വഴിയ കൊച്ച പൊയ്കയാടിയവൾ തിങ്കളന്നിലവിൽ നക്ഷത്രല നീർ വഴിയ കൊച്ച പൊയ്കയാടിയവൾ അക്കുമോൾ സുന്ദരിയായല്ലോ. ഇങ്ങനെ നടന്നാൽ ആരെങ്കിലും നോക്കിപ്പോകും. അങ്ങനെ എല്ലാവരും നോക്കിയാൽ ശരിയാവൂല മാഹു. അല്ല, കഴിക്കാൻ എന്താ? അത് പിന്നെ ഇഡ്ഡലി സാമ്പാറും. ഓ, എനിക്ക് വേണ്ട. നിനക്ക് ഇഡ്ഡലി ഇഷ്ടമാണല്ലോ, പിന്നെന്താ? എന്റെ ലളിതാമേ, ഇഡ്ഡലി ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ ആ സാധനം എന്നും കഴിച്ചാൽ അതിനെ വെറുത്തു പോകും. ഹോസ്റ്റലിൽ എന്നും കഴിച്ചും മടുത്തു. ഇവിടെ വന്നാലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതി. ബട്ട് ഇവിടെയും അങ്ങനെ തന്നെ. കുഞ്ഞി, നീ വരുന്നില്ലേ? ദാ വരുന്നു ആരോമേ. ഇറങ്ങുവാട്ടോ, വന്നിട്ട് വേണം കളരിയിൽ പോവാൻ. ശരി, പോയിട്ട് പെട്ടെന്ന് വാ. ആരോമേ, ഞാൻ എത്തി, പോവാം. നാളിൽ അന്തി നേരം ഉன்னை பார்த்தேன் கண்ணம்மா அந்த பார்வை ஒன்று போதும் என்ன வேண்டும் என் கண்ணா கொஞ்சம் நேரம் கொஞ்சിപ്പേ ഇപ്പൊ തന്നെ ലേറ്റായി. നട അടക്കാതിരുന്നാ മതിയായിരുന്നു. ഈ 6:55 നട അടക്കോ? നമ്മളിപ്പോ അങ്ങ് ചെല്ലൂലേ? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റോ 30 മിനിറ്റ് നടക്കണം. വേണ്ടി വരില്ല. കുഞ്ഞി ഓടല്ലേ, നിക്ക്. വീണ ഞാൻ അടിവെച്ച് തരും കേട്ടോ. അല്ല, നീ എന്തിനാ ഈ ഓടുന്നേ? ഒന്നുമില്ല ആരോമേ, ഈ കൊച്ചിനെയും കൊണ്ട് നിന്റെ കൈ കിട്ടൂടി കുരുപ്പേ. എന്താ നീ വീണേ? നിന്നെ കണ്ടിട്ടാണോ കുഞ്ഞു ഓടിയേ? അതെ ആരോസേ, അവളോട് പറഞ്ഞേക്ക് ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന്. കാര്യം എന്തോ ഉണ്ടല്ലോ. ഉണ്ട്, വന്നിട്ട് പറയാം. ആ സാധനം ഇപ്പൊ അമ്പലത്തിലെത്തിക്കാണും. ആരോസ് ചെല്ലി. ശരി, അല്ല നിനക്കും കൂടി വരായിരുന്നു. നാളെയും പോവാലോ. എന്നൊരു മടി. എന്നാ ഞാൻ ചെല്ലട്ടെ. നമ്മെ തേടി വരും നേരം പറന്തോടും നെഞ്ചമേ ഉയരെன்ற എന്താ കുഞ്ഞി ആലോചിച്ച് നിക്കണേ? അല്ല, ഏതമ്പലത്തിൽ പോണമെന്ന് ആലോചിച്ചതാ. ഭഗവതി ക്ഷേത്രത്തിലേക്കോ കുടുംബക്ഷേത്രത്തിലേക്കോ? ദൂരം സെയിം ആണല്ലോ. ഇന്നും കൂടി അമ്മമാര് പറഞ്ഞുള്ളൂ തെക്കോട്ടെന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോകുന്ന സ്വഭാവത്തെ കുറിച്ച്. ഇന്നെന്തായാലും പോകാൻ ഇറങ്ങിയത് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ പോകാം. വഴിപാടുള്ളത് കൊണ്ടാണ്. നമുക്ക് നാളെ അങ്ങോട്ട് പോകാം. അല്ല ആരോമേ, കമ്പനിയൊക്കെ എങ്ങനെ പോണു? നന്നായി പോണു. പിന്നെ അമ്മ ഉണ്ടല്ലോ കൂട്ടിനി. അമ്മൂച്ചും അപ്പൂസും എന്നാ വരുന്നേ? ഉടനെ വരും. പിന്നെ കുഞ്ഞി, നീ എന്താ നിന്റെ ജന്മശത്രുവിനെ വിട്ടുപോയോ? അതിന്റെ കാര്യം പറയാതിരിക്കാമോ എന്റെ ആരോമേ? ശരി ശരി. താമരപ്പൂ ആരോമേ, ഞാൻ താമരപ്പൂ പറിച്ചിട്ട് വരാം. ഇവിടെ നിക്കോ? കുഞ്ഞി, ഈ കോലത്തിലാണോ താമര പറിക്കാൻ പോണേ? പോയി വന്നിട്ട് പറിക്കാം. അവിടെ പിള്ളേരുണ്ട്, അവർ താമര പറിക്കുക. അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കോളാം. പ്ലീസ് ആരോമേ. ആ, പോയിട്ട് വാ, ഞാൻ നടക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. എന്നതാ കൊച്ചേ ഇവിടെ പ്രശ്നം? അത് നീ അറിയേണ്ട കാര്യമില്ല. നീ എങ്ങോട്ട് പോണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോടി. കൈക്ക് പണി ഉണ്ടാക്കാതെ കൈന്ന് വിടടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ഇവിടെ പുതിയതാണോ? ആണെങ്കിലല്ലെങ്കിലും നിനക്കെന്താടി? ഞാൻ ഇവിടെ അല്ലേ പിടിച്ചത്, അല്ലാതെ നിന്നെ ഒന്നല്ലല്ലോ. നീ എന്നെ അല്ല പിടിച്ചേ. പക്ഷെ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നടക്കുമ്പോൾ അത് കാണാതെ പോകാൻ ഞാനൊരു മണ്ടിയല്ല. മോളെ, നീ ആ സോമേട്ടന്റെ മോളല്ലേ? രാവിലെ അമ്പലത്തിൽ പോയതാണോ? അതെ ചേച്ചി. പോയിട്ട് വരുമ്പോഴാ ഇയാൾ എന്റെ കൈ കയറി പിടിച്ച്. അത് കണ്ടണ്ട ചേച്ചി വന്നേ. ഞാൻ പൊക്കോട്ടെ ചേച്ചി. മോള് പോയിക്കോ.
അങ്ങനെ അങ്ങ് പോവാതെ, ഞാൻ പറഞ്ഞതിന് റിപ്ലൈ തന്നില്ല. നീ പൊക്കോ മോളെ, ഇവനുള്ള റിപ്ലൈ ഞാൻ കൊടുത്തു വിട്ടോളാം. നീ എന്നതാടാ, നിനക്കുള്ളത് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ, അടങ്ങ്. ഇന്ന് വിടടി. ഇത് വേണ്ട, ഇങ്ങോട്ടേക്ക് വേണ്ട, വെറുതെ വിട്ടേക്കാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ നീ ഇത്രയും പറഞ്ഞപ്പോൾ അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇതിരിക്കട്ടെ. ദാരോഹി, ആൺകുട്ടികളെ നടുറോട്ടിൽ വെച്ചാണ് തല്ലുന്നേ, ഇതിലേക്ക് ഒരു നോക്കില്ലേ? ഓ, എങ്കിൽ ഞാൻ ഇവൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി കാപ്പിയും കൊടുത്ത് കുറച്ച് ഉപദേശിച്ചൊക്കെ തല്ലാം. എന്ത് പറയുന്നു മിസ്റ്റർ? അയ്യോ, അതൊക്കെ മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലേ? എന്റെ കാര്യം താൻ നോക്കണ്ട, നിങ്ങൾക്ക് ആമ്പിള്ളേരെ റോട്ടിൽ വെച്ച് തല്ലാതിരുന്നാ പോരെ. പൊന്നാരോഹി, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. തന്നോട് എന്നോട് വല്ലതും പറയാൻ ഞാൻ പറഞ്ഞോ? ഇവളൊക്കെ എന്ത് ചെയ്യണം? നിർത്ത് സിദ്ധുവേട്ടാ, അവൻ പോയിട്ട് കുറച്ചായി, എന്നിട്ട് രണ്ടിന്റെ അടി കഴിഞ്ഞിട്ടില്ല. ഇടിക്കുരട്ടി, നീ എപ്പോ വന്ന്? ആളങ്ങ് ആകെ മാറിപ്പോയല്ലോ. എന്റെ സിദ്ധുവേട്ടാ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നെ കുരട്ടേന്ന് വിളിക്കല്ലേ എന്ന്. ചുമ്മാ കളിപ്പിക്കാനല്ലേടി. പിന്നെ എങ്ങനെ പോണു അന്റെ പഠിത്തമൊക്കെ? ഓ, അങ്ങനെ അങ്ങ് പോണു. പിന്നെ ഞാൻ ഹോസ്റ്റലിലാണല്ലോ, വേദ കോളേജിലുള്ളത് കൊണ്ട് രക്ഷയാണ്. എന്നാലും ഇവിടെ ഉള്ളവരെല്ലാവരും മിസ് ചെയ്തു. നീ BBA കഴിഞ്ഞില്ലേ? MBA ഫസ്റ്റ് ഇയറാ. ആ, 2-3 വർഷം കഴിഞ്ഞാൽ വർമ്മ ഗ്രൂപ്പിന് ഒരു പുതിയ CEO ആയല്ലോ. ഓ, നമുക്ക് വേണ്ടേ? അല്ല സിദ്ധുവേട്ടൻ, എവിടെ പോവാ? ഓഫീസിലേക്ക് പോവാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് സമാധാനമായിരിക്കുമല്ലോ, ഇന്ന് ആരുമില്ലല്ലോ. ഓ, വന്നാലില്ലേലും കണക്കാ. എനിക്ക് പിടിപ്പത് പണിയുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നിന്റെ ആരുവമ്മ. എന്റെ കഷ്ടകാലത്തിനാ ഇവളുടെ PA ആയിപ്പോയെ. ഒരു കാര്യവും ഇല്ലായിരുന്നു. നീ ഇവിടെ ചാർജ് എടുക്കുമ്പോ ഇവളുടെ PA പോസ്റ്റിൽ നിന്നും ഞാൻ അങ്ങ് വരുമേ. അക്കോ, അതിന് നീ ആരെയും നോക്കി വെക്കണ്ട കേട്ടോ. ഡബിൾ ഓക്കെ, ഏട്ടൻ പോരെ, പോർട്ട് റെഡിയാണ്. വേണമെങ്കിൽ ഇപ്പോ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരാം. അത്രയ്ക്കും വേണ്ട മോളെ, നീ വരുന്നവരെ ഈ ഡാഗിരുടെ PA ആയി തന്നെ ഇരുന്നോളാം. താൻ ബുദ്ധിമുട്ടി ആ പോർട്ട് ഇരിക്കണ്ട കേട്ടോ. താൻ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോക്കോ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ഡിസ്മിസ് ലെറ്റർ റെഡിയാക്കി വെക്കാൻ. അത്രയ്ക്കും വേണോ? സിദ്ധോട്ട പാവല്ലേ ആരുമേ, അവക്കടെ ഒരു പാവം. നീങ്ങ വന്നേ കുഞ്ഞി, വെറുതെ സമയം കളയാതെ. ആ വന്നു സിദ്ധോട്ട, പിന്നെ കാണാട്ടോ. ശരി അക്കോ, ഇടക്ക് ഓഫീസിലേക്ക് ഇറങ്ങ്, നമുക്ക് കാണാലോ. ശരി എന്നാ, ടാറ്റാ. ഇങ്ങോട്ട് വാടി കുഞ്ഞി. ഹോ, ഒന്ന് പതുക്കെ നടക്കണ്ട ആരുമേ, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാനേ അറിയൂ. ഡാഗിനിയല്ലേ ഞാൻ. എന്റെ പൊന്നു ആരമ്മേ, അതാ സിദ്ധുവേട്ടൻ ചുമ്മാ വിളിച്ചതല്ലേ. എന്റെ കൊച്ച് നല്ല സുന്ദരിയാന്നേ. ആ ചേട്ടനാ കുട്ടൂസിനെ പോലെ ഇരിക്കണേ. ആണല്ലോ അല്ലേ? അതേന്നേ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുഞ്ഞി, ഞാൻ പോയി വഴിപാട് റെസീറ്റ് എടുപ്പിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്കുവാണോ അതോ കയറുവാണോ? ഞാൻ ഇവിടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് കയറാം ആരമ്മേ. ഞാൻ ആലിന്റെ അടുത്ത് നിൽക്കാം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്ദമറ വേണം, കുളി കഴിഞ്ഞകം പൂകാൻ ചന്ദനം വേണം. പൂവായാൽ മണം വേണം, പൂമനായാൽ ഗുണം വേണം, പൂമണി മകളായാൽ ലടകം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, കുഞ്ഞി, വാ കേറാം. ചേർന്നൊരു കുളവും വേണം. ഓരന്താനേ തന്നാനേ, ഓരന്താനേ തന്നാനേ. ആ, ആരുമോൾ ഇന്ന് താമസിച്ചോ? കുറച്ച് താമസിച്ചു, വഴിപാടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്നെ? ഇല്ലാതിരിക്കോ? തറവാട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയല്ലേ, ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പഠിക്കാനായിട്ട് പുറത്തായിരുന്നു. ആണോ? എന്നാ ശരി, പോയി പ്രാർത്ഥിച്ചോളൂ. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ഊണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു. ഇതെവിടെ പോയി? വലം വെക്കാനെങ്ങാനും പോയി കാണും. എന്നാ പിന്നെ ഞാനും പോയി വലം വെക്കാം. പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു, ശിവാൻഷിത് പൂരനക്ഷത്രം, അഗ്നിവേദ മഹാനക്ഷത്രം, നിവേദ്യ. ആരും ആ പ്രസാദവും വാങ്ങിയില്ല. മാനായാൽ ഗുണം വേണം. ആരും എവിടെ പോയി?
ഞാൻ ഈ അമ്പലം മുഴുവനും ചുറ്റി. ഇനി കുളത്തിൽ കൂടി പോയി നോക്കിയേക്കാം. അടക്കം വേണം പൂമാനിനി മാറായാലടക്കം എന്നാലും സിദ്ധു വെറുതെ ഡാഗിൽ നിന്നും വിളിക്കണ്ടായിരുന്നു. അത് കെട്ടിച്ചിരിക്കാൻ പുന്നൊരു അനിയത്തി ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടി നിന്നെ വട്ടാക്കാൻ. എന്നാലും നീ എന്നോട് ഓഫീസിൽ ചെന്ന് ഡിസ്മിസൽ വാങ്ങിക്കോളാൻ പറഞ്ഞില്ലേ, അതെന്തിനായിരുന്നു? അത് നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. പോരാത്രി കൂടെ ഉണ്ടായിരുന്നത് കുഞ്ഞിയല്ലേ, ചെറിയൊരു സംശയമുണ്ടായാൽ അതിൽ പിടിച്ചങ്ങ് കേറുവാള്. ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി என்றாവുകൾ കാറ്റായി വരും നിന്റെ കാത്താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളാം. ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാലിൽ കനവറിയാതേതോ കിനാവു പോലെ മനമറിയാതെ പാരിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ഷഹാന പാടി. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വീട്ടിൽ പറയണ്ടേ? നമ്മുടെ ലക്കു കൊണ്ട ഇത്രയും കാലം ആരും ഒന്നും അറിയാണ്ടിരുന്നേ. പിന്നെ നിങ്ങളുടെ ഓസ്കാർ ആക്ടിംഗ് ആണല്ലോ, നന്നായിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ഓസ്കാർ അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിന് ഞാൻ ഇപ്പൊ എടുത്തങ്ങ് തന്നാലേന്ന്. കുഞ്ഞി നീ എന്താ ഇവിടെ? കൂടെ വന്ന ആളെ കാണാനില്ലാത്തത് കൊണ്ട് തിരക്കി ഇറങ്ങിയതാ, അതുകൊണ്ട് കാണുന്നതെല്ലാം കണ്ട് മനസ്സിലാക്കി. കുഞ്ഞി അത് ഒന്നും പറയണ്ട. പലപ്പോഴായി ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ രണ്ടുപേരും ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ ഒരു ചിരിയിൽ ഒതുക്കും. അതൊക്കെ വിശ്വസിച്ച് ഞാൻ മണ്ടി. അല്ല, ഞങ്ങൾ എല്ലാവരും. സിദ്ധുണ്ടെങ്കിലും പറയാമായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാം പറയാൻ വിളിക്കുമല്ലോ. എന്നിട്ടും പറഞ്ഞില്ല. സന്തോഷമായി ആരോമേ. എന്റെ ആരോമ എന്നോട് ഒന്നും ഒളിക്കില്ല എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അത് തീർന്നു കിട്ടി. എന്തായാലും രണ്ടുപേരും സംസാരിച്ചു തീർന്നിട്ട് വാ. പിന്നെ ഇത് വഴിപാടാണ്, ഇതും കൊണ്ടുപോരെ. ഞാൻ പോണു. ഇനി മോളെ വേണ്ട ആരോമേ, ഞാൻ പോവാ. ഞാൻ പോവാ സിദ്ധു. അവൾക്ക് ശരിക്കും വിഷമായിട്ടുണ്ട്. ഞാൻ അപ്പോ തന്നെ പറഞ്ഞതല്ലേ അവളോടെല്ലാം പറയാന്ന്. നിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധം കാരണം ഇതൊക്കെ. ഓ വേണ്ടായിരുന്നു. ഇനി അക്കുറിട്ട് എന്തൊക്കെ ഒപ്പിക്കോ എന്തോ. എന്നെയും കൊണ്ട് വയ്യ. ഇന്ന് ഞാനൊരു കലക്കും. എന്നോട് പറയാത്തിൽ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. അതിന് രണ്ടു പേർക്കും എന്റെ വക ചെറിയൊരു ട്രോഫി. ഓ, ആ നിവിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനെ. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ അങ്ങോട്ട് ചെന്ന് അവളുടെ മുന്നിൽ ചാടി കൊടുക്കണ്ട, അതാ നല്ലത്. എന്റെ പൊന്നു കുഞ്ഞി, നീ എന്നെ കൊല്ലാനായിട്ടാണോ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വന്നേ? എന്റെ പൊന്നപ്പു ചേട്ടാ, ഞാൻ എന്നെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നതായിരുന്നോ കുറ്റം? ഞാൻ പോണു. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഞാൻ പോണു. ഞാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. നീ എന്തിനാണ് എന്നെ താഴെ വീഴ്ത്തിയേ? പിന്നെ എന്നെ താഴെയിട്ടതിന് ഞാൻ പൂവിട്ട് പൂജിക്കാടി. അത് നിന്നെ ആരാടാ താഴെ വീഴ്ത്തിയത്? ലക്കില്ലാകില്ലാതെ ഓടി വന്നപ്പോൾ നീ എന്നെ ഇടിച്ചായിരുന്നു. ആ വഴിക്കാണ് ഞാൻ ഇങ്ങോട്ട് ലാൻഡായി. രണ്ടുണ്ടക്കണ്ണുണ്ടല്ലോടി, നിനക്ക് നോക്കി നടന്നൂടെ? ഓ, ഞാൻ വന്നിരിക്കുമ്പോൾ വീഴാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? അല്ല പിന്നെ.
ഇങ്ങോട്ട് വന്നിടിച്ച് കേറിയിട്ട് എന്നെ പറയുന്നോടി കുട്ടി പിശാശേ. കുട്ടി പിശാശി നിന്റെ മറ്റവളാടാ കൊൻഷി. എടാ നിന്നെ ഞാനങ്ങ് ശരിയാക്കി തരാടാ. എന്നെ? അതും നീ? അതെ ഞാൻ തന്നെ. എന്നാ അതൊന്ന് കാണണമല്ലോ. നീ എന്നെ ഇടിച്ചില്ലടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുരിപ്പേ. എന്നാൽ അതൊന്ന് കാണണം. എന്റെ ഡയലോഗ് എടുത്ത് പറയുന്നോടി, നിനക്ക് സ്വന്തമായിട്ട് ഡയലോഗ് ഉണ്ടാക്കിക്കൂടെ? അത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പോടാ മരമാക്രി. നീ പോടി ചെയ്യാൻ പറ്റേ. അത് നിന്റെ മറ്റവളാടാ. പിന്നെ മറ്റവിടെ പറയുന്നോടി നിന്നെ. എന്താ ഇവിടെ? കണ്ടിട്ടൊന്നും മനസ്സിലായില്ല മാമ്മമാർക്ക്. നിങ്ങളുടെ പുത്രനും പുത്രി എന്നും കാണുന്നുള്ള അടി. എന്നാ പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റിക്കൂടെ രണ്ടിനെ? എന്നിട്ട് വേണം ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ചിട്ട് സോൾവ് ചെയ്യാൻ ചെന്ന അമേരിക്കയുടെ മണ്ടയ്ക്ക് കയറാൻ. എനിക്ക് തടി കേടാക്കാൻ വയ്യ. മാമ്മമാർ ചെന്നങ്ങ് പിടിച്ചു മാറ്റിക്കോ. ഈ പിള്ളേരെയും കൊണ്ട് മടുത്തല്ലോ ഭഗവാനെ. ബാ അളിയ, ചെന്ന് പിടിച്ചു മാറ്റാം. ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണേ കാണൂ, അത് ഉറപ്പാ. ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കി രണ്ട് മുതലുകൾ എവിടെ? അടി ഉണ്ടാക്കി ഉരുണ്ടുരുണ്ട് മഞ്ചാടിച്ചോട് വരെ എത്തിയോ? അളിയ, നീ എന്റെ മോനെ പിടി, ഞാൻ അക്കുമോളെയും പിടിക്കാം. ഇങ്ങോട്ട് വാ. ഇവൻ പഴയ പോലെ എല്ലാ വീട്ടുകൂടി. അതിന് ഇതുങ്ങൾ ചെറുതല്ലല്ലോ പ്രതാപ, വളർന്ന് വലുതായില്ലേ. ഹായ് അച്ഛൻ, അമ്മാവ, നിങ്ങളൊക്കെ എപ്പോ വന്നു? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറെ ആയി മോളെ. അല്ല, ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഈ അൻഷി എന്നെ താഴേക്ക് വലിച്ചിട്ടു, അതാ. എന്തോ? എങ്ങനാ? അപ്പൊ നീ എന്നെ ഇടിച്ചതോ? അത് പിന്നെ അറിയാതെയല്ലേ. അപ്പൊ ഞാൻ അറിയാതെ വലിച്ചു താഴെയിട്ടതാ. അമ്മാവ ഇത് കണ്ടോ, എന്റെ കൈ പൊട്ടി. അങ്ങനെയാണെങ്കിൽ അമ്മാവ എന്റെ നെറ്റ് പൊട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നോ, ഈ പിള്ളേരെയും കൊണ്ട് മടുത്തല്ലോ. നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് വല്ല ധാരണയുണ്ടോ പിള്ളേരെ? പോത്ത് പോലെ വളർന്നല്ലോ. അച്ഛാ. എന്താടി? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ കേറി പൊടി കുഞ്ഞി. പിള്ളേരെ പോലെ കിടന്ന് അടി ഉണ്ടാക്കാൻ നിൽക്കാതെ. ഓ, നീ അവിടെ നിന്ന് ചിരിക്കണ്ട. നിനക്കും കൂടി ചേർത്താ പറഞ്ഞേ. അക്കുമുളേക്കാളും മൂത്തതല്ലേടാ നീ. അതിന്റെ ഒരു പക്വതെങ്കിലും കാണിച്ചൂടെ? കഷ്ടം. സമാധാനമായി എനിക്ക്. എന്താണ്? ഒന്നുമില്ല, എന്ന് ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞതാ. പൊയ്ക്കോ. ആ വഴി ആ മുറിവൊന്നും മരുന്ന് വെച്ച് കെട്ടിയേക്ക്. അൻഷിമോനെ, നിന്നോടും കൂടിയാ പറഞ്ഞേ. ശരി അമ്മാവ. ഒരു അൻഷിമോൻ, ഞാൻ പോവാണ്. അല്ല, കഴിഞ്ഞോ മക്കളുടെ അടിയിടൻ? കഴിഞ്ഞെങ്കിൽ? അല്ല, ചുമ്മാ ചോദിച്ചതാ. എന്നങ്ങോട്ട് മാറി നിൽക്കുമേ. അടി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വന്ന് പിടിച്ചു മാറ്റാൻ തോന്നിയോ? എന്നിട്ട് ചോദിക്കാൻ വന്നേക്കുവാ. അങ്ങോട്ട് വന്നിട്ട് വേണം എന്റെ തടി കേടാവാൻ. പോയി മരുന്ന് വെക്കാൻ നോക്കും മുറിവിൽ. ശരി എന്നാ. എന്റെ പുറം പോയി. അയ്യോ അക്കുവേ, ഞാൻ വെറുതെ അടിച്ചതാടി. നിനക്ക് വേദനിച്ചോ? ഇല്ലടി, പുറം പൊളിയുന്ന പോലെ അടിച്ച് വേദനിക്കില്ലല്ലോ. നല്ല സുഖമായിരുന്നു. ഓടിയടാ. ഞാൻ പിന്നെ നീ അങ്ങനെ എന്നെ ഒറ്റക്കാക്കി അയാളുടെ മുന്നിൽ വിട്ട് പോകുന്നത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തു പോയതല്ലേ. ഇനി ചെയ്യില്ല. എന്റെ ഭാഗത്ത് തെറ്റാണ്, സോറി. അവനുള്ളത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ എന്നെ മുറി വരെ ആക്കി തരൂ. നല്ല വേദന. അല്ല, ഇതെന്താ പറ്റിയേ? പോയ പോലല്ലോ, ഒരുമാതിരി ചെളി മുങ്ങിയ പോലെ. നിന്റെ കൊൻഷിയേട്ടൻ വന്നിട്ടുണ്ട്. എന്നുമുള്ളത് പോലെ ഇന്നും അടിയുണ്ടായി, അത്ര തന്നെ. കിട്ടാനുള്ളത് കിട്ടി, കൊടുക്കാനുള്ളത് കൊടുത്തു. അടിപൊളി. നിന്നെ ഈ കോലത്തിൽ ഇവിടെ ആരും കാണണ്ട. കണ്ടാ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഇതെന്ത് പറ്റിയത് എന്റെ കുഞ്ഞിന്? ഈശ്വര, പോയത് പോലല്ലോ തിരിച്ചു വന്നേ. അതൊന്നുമില്ല അമ്മായി. എന്താ പറ്റിയേ? മുറിഞ്ഞിട്ടുണ്ടല്ലോ. വാ, അമ്മ മരുന്ന് വെച്ചു തരാം. ഒന്നുമില്ല അമ്മേ, ഇത് കുഞ്ഞി മുറിവല്ലേ, ഞാൻ മരുന്ന് വെച്ചോളാം. മോളൊന്നും പറയണ്ട, ഇങ്ങോട്ട് വാ. ഒന്ന് പതുക്കെ വെക്കെന്റെ മഹിയമ്മയെ, വേദനിക്കുന്നു. പതുക്കെ വെക്കാം. നീ ഇവിടെ മര്യാദക്കിരി.
അല്ല നീ വന്നതേ ഉള്ളൂ, ആരോടാ അടി ഉണ്ടാക്കിയേ? പുറത്തുള്ള ആരുമല്ല മഹിയമ്മേ, ഇവിടുത്തെ കുട്ടിപ്പശാശ് തന്നെയാ. മഹിയമ്മേ, അതിന്റെ ഒരു പിരി ഈ വരവി പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അത് തന്റെ പിരിയാടോ പോയേ? ഓ എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി ഉടുക്കാണല്ലോ, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ രംഗണത്തിനും? അത് ഈ മഹാനോട് പറ, ഇയാളാണ് ഉടക്ക് തുടങ്ങുന്നത്, എന്നിട്ട് അതെന്റെ കണ്ടുക്ക് കൊണ്ടുപോയിടുക. ഞാനോ? അപ്പൊ നിനക്കിതൊരു പങ്കൂലിടി മരമാക്രി. ഒന്ന് നിർത്തേട്ടാ, വന്ന് കയറിയതേലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടാവാം ബാക്കി. അല്ല ആരും എവിടെ മോളെ? അത് പിന്നെ ആരും അമ്മ, ഞാൻ ഇവിടെ ഉണ്ടമ്മേ. അല്ല ഇവിടെ എന്താ പറ്റിയേ? ഇവിടുത്തെ കീരിമ്പാമ്പും ചെറും കലാപരിപാടി നടത്തിയതാ, എന്നത്തെ പോലെ രണ്ടെണ്ണത്തിനും ചെറിയ പരിക്കുകളുണ്ട്. അമ്മ പതുക്കെ. പതുക്കെ ചെയ്യാം. അമ്മിങ്ങ് മാറി, ഞാൻ വെച്ചു കൊടുക്കാം. വേണ്ട, അമ്മ തന്നെ വെച്ച് തന്നാ മതി. അതെന്താ, സാധാരണ എന്തിനും അവള് തന്നെ വേണമല്ലോ, ഇന്ന് നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്നാ ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. നിവീസേ, എന്നെ ആ റൂമിൽ ആക്കി തരും, ചെറിയൊരു മേലുവേദന. ബാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നിവി വാ. എന്താണ് ആരൂസേ, കുഞ്ഞിയും ആരുമമ്മയും പിണങ്ങിയോ? ചെറിയൊരു പിണക്കം, അതങ്ങ് മാറിക്കോളും. അമ്മ, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി തരാമോ? എന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കാനാ, അമ്മാതിരി അടിയായിരുന്നില്ലേ? വലിയ കാര്യം ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിനും. അവക്കും കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാം. എന്നാ അമ്മവും പോയി ഒന്ന് കുളിക്ക്, ഞാൻ അവിടെ പിണക്കം മാറ്റിയിട്ട് പിന്നെ കാണാം. ആയിക്കോട്ടെ. അമ്മച്ചി എന്നാ വരുന്നേ? നാളെ എന്നാ പറഞ്ഞേ. മാനത്തുന്നമ്പിളി മാമനെ കാണാൻ മാറത്തു നീയൊന്നു ചാഞ്ഞിട്. മാനത്തുന്നമ്പിളി മാമനെ കാണാൻ മാറത്തു നീയൊന്നു ചാഞ്ഞിട്. മഞ്ജുനിലാവിൻ മഞ്ചിമയോടിന്നു കൊഞ്ചിക്കൊണ്ടിന്നിട നെഞ്ചിലായി, കൊഞ്ചിക്കൊണ്ടിന്നിട നെഞ്ചിലായി. രാരീരം രാരീരം രാരീരാരീരം രാരീരം രാരീരം